കേരളത്തിലെ ഈ പറയുന്ന 4 എക്സ്പേർട്ടുകളെ കൊണ്ട് വന്ന് നിങ്ങൾ കേരളത്തിനെ മുഴുവൻ സ്വപ്ന തുല്യമായി വികസിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അതിലൊരു രാഷ്ട്രീയമായ അന്ധതയാണ് എനിക്ക് കാണാൻ കഴിയും. മുൻ ആർമി ചീഫിൻ്റെ പുസ്തകത്തിലെ വിവരങ്ങളെക്കുറിച്ച് അത് ഏറ്റവും അധികം വിഷയമാക്കിയത് രാഹുൽ ഗാന്ധിയാണ്. ഈ കോൺഗ്രസിൻ്റെ നേതാവും ഓപ്പോസിഷൻ നേതാവുമാണ് അദ്ദേഹത്തിന് നരവാനയുടെ പുസ്തകത്തിലെ പരാമർശങ്ങളെക്കുറിച്ച്. ഒരുപക്ഷെ BJP സർക്കാർ ഒരു ഹൈപ്പർ ദേശീയത പറയുന്ന ഒരു സർക്കാർ അതിൻ്റെ ഏറ്റവും പ്രതിരോധപരമായിട്ടുള്ളൊരു ഡിഫെൻസീവ് ആവുന്ന ഒരു നിലപാടായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒരുപക്ഷെ അത് അറിഞ്ഞതായി പോലും റെക്കോർഡിലില്ല. CPM അത് പറയാതിരിക്കുന്നതിന് അവരുടേതായ രാഷ്ട്രീയ കാരണം ഉണ്ടാകും. പക്ഷേ ഈ കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു സാധനത്തിന് എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ഈ പറയുന്ന VD സതീശനിൽ നിന്നോ ആരിൽ നിന്നോ വന്നതായിട്ട് ഞാൻ കണ്ടില്ല. ശബരിമല പോറ്റിയുടെ പേരിൽ അവർ പറഞ്ഞതിൻ്റെ ഒരു 10% ഈ കാര്യത്തിൽ പറയുമെന്ന് കരുതുകയാണ്. അതൊന്ന്. 2, ഇതുപോലെ തന്നെ വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇന്ത്യ അമേരിക്കയും തമ്മിൽ വന്നിട്ടുള്ള ഈ കരാർ. അതിനെക്കുറിച്ചും കേന്ദ്രത്തിലെ കോൺഗ്രസ് നേതൃത്വം ജയറാം രമേശ് കഴിഞ്ഞ 3 ദിവസമായിട്ട് നിരന്തരം ഇത് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഇതിനെക്കുറിച്ചിട്ട് ഒരക്ഷരം പറയുന്നില്ല. കാരണം ഈ കരാറുകൾ സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ കണക്കിലെടുക്കാതെ കേന്ദ്ര സർക്കാർ ഏർപ്പെടുന്ന കരാറുകളുടെ ഒരു ദൂഷ്യഫലങ്ങൾ ഏറ്റവും അധികം അനുഭവിച്ച ഒരു സംസ്ഥാനമാണ് ഒരുപക്ഷെ കേരളം. ആസിയാൻ കരാറിൻ്റെ കാര്യത്തിനെ കുറിച്ചിട്ട് നമുക്കറിയാം. ആസിയാൻ കരാറ് കഴിഞ്ഞതിന് ശേഷമുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ആസിയാൻ കരാർ ഈ വർഷം അതിൻ്റെ പീരീഡ് അവസാനിക്കുകയാണ്. ഇനി പുതിയ കരാറിലേക്ക് പോകും. അപ്പോൾ ഇതുവരെയുള്ള ഈ കരാറ് എന്തൊക്കെയാണ് ഇന്ത്യക്ക് നേട്ടമാണോ കോട്ടമാണോ ഉണ്ടാക്കിയെന്നുള്ള പ്രാഥമിക വിലയിരുത്തൽ ഇന്ത്യക്ക് നേട്ടമല്ല കോട്ടമാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുള്ളൂ. ആ കോട്ടം ഉണ്ടായതിൻ്റെ ഏറ്റവും വലിയൊരു സംസ്ഥാനമാണ് കേരളം. അപ്പം കേരളത്തിൽ ഈ കരാറുകൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ കൂടെ മുന്നോട്ട് വയ്ക്കണം എന്ന് പറഞ്ഞ ഒരു ഡിസ്കഷനെല്ലാം ഈ 2000 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ കൂടെ എടുത്തിട്ട് വേണം കേന്ദ്രം ഇത്തരത്തിലുള്ള കരാറുകളിൽ ഒപ്പിടേണ്ടത്. അപ്പോൾ ഈ 2 വിഷയങ്ങളും കഴിഞ്ഞ ഒരാഴ്ചയിലത്തെ കേരളത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരള അസംബ്ലിയിൽ നടന്ന ഡിസ്കഷനോ മറ്റോ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വലിയ ഒരു രാഷ്ട്രീയ സംഭവം നടന്നതായിട്ട് പോലും കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് അറിയില്ല എന്ന് പറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ജേക്കബ് പറഞ്ഞ കാര്യം പരിശോധിക്കേണ്ടത്. കാരണം നിയമസഭകൾ പോലും നിയമസഭകളുടെ അസ്തിത്വത്തെ തികച്ചും നോക്കുകുത്തികളാക്കി മാറ്റുന്ന ഒരു രാഷ്ട്രീയം നടക്കുന്നു. അതിന് പിന്നാലെ വരുന്ന വേറൊരു വലിയ സാധനം കൂടെയുണ്ട്. കാരണം നാളെ ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന അസംബ്ലി ഒരു വോട്ട് ഒരു ഇലക്ഷൻ ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ അതിൻ്റെ നിലനിൽപ്പ് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം പോലും നമ്മുടെ ഇവിടെ ഇനിയും തിരിച്ചറിയപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ ഈ പറഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പും ലോക്സഭാ തിരഞ്ഞെടുപ്പും പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടി ഒറ്റ ഇലക്ഷനായിട്ട് മാറ്റുന്നൊരു പ്രക്രിയയെക്കുറിച്ചിട്ടുള്ള എല്ലാ റിപ്പോർട്ടും നടത്തി ആ നിലയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയിലാണ്. ഇതിനെക്കുറിച്ചിട്ട് ഒന്നും തന്നെ ചർച്ച ചെയ്യാതെ നിങ്ങൾ കേരളത്തിലെ ഈ പറയുന്ന 4 എക്സ്പേർട്ടുകളെ കൊണ്ട് വന്ന് നിങ്ങൾ കേരളത്തിനെ മുഴുവൻ സ്വപ്ന തുല്യമായി വികസിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അതിലൊരു രാഷ്ട്രീയമായ അന്ധതയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്.